ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധൂസ് കറി വേൾഡ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാല് കൊണ്ടൊരു സർബത്ത് ജ്യൂസാണ്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. പാല് കുടിക്കാൻ മടിയുള്ള പിള്ളേർക്കൊക്കെ കൊടുക്കാനും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാൽ കൊടുക്കാനും പറ്റിയ ഒരു ജ്യൂസായിട്ടാണ്, സർബത്തായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പാക്കറ്റ് പാലാണ് കേട്ടോ. ഏത് പാലെടുത്ത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏത് പാലോ അത് എടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കട്ടയില്ലാതെ നമുക്ക് നല്ലതുപോലെ ഇതിൽ അലിയിച്ചേർക്കാം. അല്ലെങ്കിൽ ഇനി നമ്മൾ ഇളക്കുമ്പോൾ അത് തിളപ്പിക്കുമ്പോൾ അത് കട്ട കെട്ടും. കട്ടയില്ലാതെ ഇതൊന്ന് നമുക്ക് ഇളക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ പാലും അരിപ്പൊടിയും കൂടിയിട്ട് ഇതിൽ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് ഞാൻ ഇളക്കി തിളപ്പിക്കണം, അല്ലെങ്കിൽ അരിപ്പൊടി അടിയിൽ പോയിട്ട് കട്ട പിടിക്കും കേട്ടോ. അത് കട്ട പിടിക്കാൻ ഇടവരുത്തി, കട്ട പിടിക്കും മാത്രമല്ല അത് കരിഞ്ഞും പിടിക്കും. അതുകൊണ്ട് ഇത് ഇളക്കി നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പാലും അരിപ്പൊടിയും കൂടെ ചേർത്തത് ഇത് കുറുകിയിട്ടുണ്ട്. പാലും അരിപ്പൊടി തിളയ്ക്കുമ്പോൾ ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം. കാരണം ഇളക്കി വേവിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടിക്ക് വേവുള്ള കാരണം അത് വേവിക്കണം നല്ലതുപോലെ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കാരണം പാല് തിളയ്ക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറുകും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് എങ്കിലും ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി ചായം പോലെ ഈ കൺസിസ്റ്റൻസിലേക്ക് കുറച്ചും കൂടെ ഇത് ഒന്നുകൂടി കുറുകാനുണ്ട്. അതുപോലെ ആക്കണം. സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ അത്യാവശ്യം ഒരു 5 മിനിറ്റ് ഞാൻ നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ട്, ഇനി ഞാൻ ഹൈ ഫ്ലെയിമിലേക്കാണ് ഇടാൻ പോണത്. ഹൈ അല്ല, മീഡിയം. അപ്പോൾ നമ്മളുടെ ഇത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോണ്. ഇനി ഇതിലേക്ക് നിങ്ങൾ ഇതുവരെ മധുരം ചേർത്തിട്ടില്ല, ജ്യൂസാണ്, സർബത്താണെന്നൊക്കെ പറഞ്ഞു തോന്നുന്നുണ്ട്. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മധുരവും പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി അതും കൂടി ചേർക്കാം. ഞാൻ ഒരു മിക്സി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സർബത്ത് തയ്യാറാക്കാനാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി ഇല്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പാൽപ്പൊടി ഇല്ലാതെയും ഇതും തയ്യാറാക്കും. കാരണം പാല് നമ്മൾ നല്ലതുപോലെ കുറുക്കി വറ്റിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പാൽപ്പൊടി ഇല്ലെങ്കിൽ പാൽപ്പൊടി ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നു മാത്രം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഏലക്ക ചേർക്കാം. ഞാനിവിടെ റോസ് മിൽക്കിന്റെ എസൻസ് ആണ് ചേർക്കുന്നത്, അതുകൊണ്ട് ഏലക്ക ഇടുന്നില്ല. ഏലക്ക ചേർക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിന്റെ കൂടെ ചേർക്കണം. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇപ്പോൾ റോസ് മിൽക്ക് എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കളറും കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഇത് ചേർക്കുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് ഏലക്കായ ചേർത്താൽ മതി. 4 ഡ്രോപ്പ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നല്ല കളർ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഏലക്കായും വാനില എസൻസും ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഏലക്കായ മാത്രമായാലും ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ കളറുള്ളതുകൊണ്ട് ഞാൻ ചേർക്കാം. ഇനി നമ്മുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് മിക്സിയിൽ അടിച്ചിട്ട് നല്ല കട്ടിയാണ് ഇതിലേക്ക് ഇനി നമുക്കൊരു 2 ഗ്ലാസ് നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാനായിട്ടാക്കാം. ഞാൻ 2 ഗ്ലാസ് തണുത്ത വെള്ളം കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനപ്പോൾ ഇതിലേക്ക് 2 ഗ്ലാസ് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ടി നമുക്ക് കുടിക്കാവുന്ന പാകത്തിലേക്ക് ആയിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾന്ന് കാണുമ്പോൾ അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് പകർത്തി. ഇനി ഇതിൻ്റെ മീതെ കുറച്ച് ബദാമും കൂടി ഇട്ടിട്ട്, ബദാമോ പിസ്തയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഇട്ട് അലങ്കരിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്, നല്ല എന്താ പറയുക ഹെൽത്തിയുമാണ്. ഇപ്പോൾ നമ്മളുടെ നോമ്പ് തുറക്കൊക്കെ വളരെ നല്ല ഹെൽത്തി ഡ്രിങ്കാണ്. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കാനും നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ്. ഇത് അരിപ്പൊടിയും പാലും അതുകൊണ്ട് നമുക്ക് നല്ല എനർജി ഡ്രിങ്കുമാണ്. അപ്പോൾ അത് കുടിച്ച് കഴിക്കാൻ തന്നെ ക്ഷീണവും മാറും. ഇപ്പോൾ ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ പാലിൻ്റെ ഫ്ലേവറും ഇല്ല. അപ്പോൾ അവർ അതും കഴിച്ചോളും, ജ്യൂസായിട്ട് അതും കുടിച്ചോളും. അപ്പോൾ അവരുടെ ക്ഷീണവും മാറും. എല്ലാത്തിനും ആവശ്യത്തിന് പ്രോട്ടീനും എല്ലാം ഇതിന്ന് കിട്ടുന്നുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. വല്ല ഗസ്റ്റ് വന്നാലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. പാൽ സർബത്ത്, പാൽ ജ്യൂസ് എന്ന് പറയാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.